നേഷൻ ഫസ്റ്റ് ചാനൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജയപ്രസാദ് ആണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ ഡീൽ വിവാദം, ഡീൽ ആരോപണം മുഖ്യമന്ത്രി വെറുതെ കൊളുത്തിയിട്ടതാണ്. സതീശന്റെ വക വളരെ അദ്ദേഹം പോലും മറന്നുപോയ കുറെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഞെട്ടിക്കുന്ന മറുപടി. ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫേസ്ബുക്കിലൂടെയുള്ള ഫേസ് ടു ഫേസ് ആരോപണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. സാർ, ഇതിൽ ചില സത്യാവസ്ഥ സതീശന്റെ ആരോപണങ്ങളിൽ ഉണ്ടോ? മുഖ്യമന്ത്രി തിരിച്ചു വീണ്ടും മറുപടി കൊടുത്തെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ഇതൊരു ചരിത്രവും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ആ ചരിത്രം കൂടെ പറഞ്ഞുകൊണ്ട് എന്താണ് ഈ സംഭവം, ഇപ്പോൾ മുഖ്യമന്ത്രി കൊടുത്ത മറുപടി ചുരുക്കി പറയാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല ഈ ഡീൽ. വളരെ ഗുരുതരമായ വിഷയങ്ങളോ ഉള്ള ഒരു സംസ്ഥാനം കഴിഞ്ഞ 10 വർഷത്തെ അഴിമതിയും അതുപോലെ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഭരണകൂടത്തിനെതിരെ കോൺഗ്രസ് വളരെ സീരിയസ് ആയ ഒരു മത്സരം നടത്തുന്നതിന് പകരം യഥാർത്ഥത്തില് ഈ ഡീൽ വിവാദം തുടക്കം കുറിച്ചത് വി ഡി സതീശനാണ്. വി ഡി സതീശനും തുടർന്ന് KC വേണുഗോപാലും അതിനെ തുടർന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും ഒക്കെ ആ തരത്തിലൊരു സമീപനമെടുത്തു. പക്ഷെ ഇത് വളരെ വളരെ നമ്മുടെ കഴിഞ്ഞ 4 ദിവസത്തെ ചർച്ചകള് ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് മാറിയിട്ട് വെറും ഒരു ഡീൽ എന്നുള്ള വിഷയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അത് ഒരർത്ഥത്തില് കോൺഗ്രസിന്റെ പരാജയമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. കാരണം ഇന്ന് കേരളം നേരിടുന്ന പ്രധാന വിഷയം അല്ല ഈ ഡീൽ എന്ന് പറയുന്നത്. കാരണം ഇന്ന് നേരിടുന്ന പ്രധാന വിഷയം ഗവൺമെന്റിനെതിരായ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ, ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളോ ജനങ്ങളുടേതായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഗുരുതരമായ വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ കഴിഞ്ഞ 4 ദിവസങ്ങളായി മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ഒരൊറ്റ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇനി ഡീലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വളരെ ബാലിശമായിട്ടാണ്, ഞാനൊരു രാഷ്ട്രമീമാംസാ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ വാദങ്ങളും അതുപോലെ CPM-ൻ്റെതും അതിൽ കോൺഗ്രസിന്റെ വാദങ്ങളും വളരെ ബാലിശമായി തോന്നി. കാരണം 1977 പിണറായി വിജയൻ ജയിച്ചത് RSSന്റെ വോട്ട് വാങ്ങിയാണെന്നുള്ള പറയുന്നത്. കാരണം കണ്ണൂർ ജില്ലയിൽ 1977 RSSന് എത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ തരത്തില് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ അതിനൊന്നും യാതൊരു ന്യായീകരണവുമില്ല. മറ്റൊന്ന്, ഭാരതീയ ജനസംഘം, RSSന്റെ പിന്തുണയുള്ള ഭാരതീയ ജനസംഘം ഉൾപ്പെടെയുള്ള 4 പ്രതിപക്ഷ പാർട്ടികൾ അടിയന്തരാവസ്ഥയിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ജയിലിലടച്ചിരുന്ന പ്രത്യേക സാഹചര്യത്തില് ദേശീയ തലത്തില് ജനതാ പാർട്ടി എന്നുള്ള ഒരു രാഷ്ട്രീയ അലയൻസ് രൂപം കൊടുത്ത് അങ്ങനെയാണ് മത്സരിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് ജനസംഘം ഉൾപ്പെട്ടിരുന്നു. അപ്പം കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ജനസംഘത്തിൽപ്പെട്ട നേതാക്കൾ, അതിൽ KG മാരാരെ പോലെ, O രാജഗോപാലിനെ പോലെ ആൾക്കാർ 77 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അതിൽ ഇടതുപക്ഷ, അതായത് കോൺഗ്രസിനെതിരായ മുന്നണിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ തന്നെ വലിയ പങ്കാളിത്തം ഉണ്ടായില്ല. മാത്രമല്ല 77 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രതിപക്ഷം വളരെ ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. CPM-ന്റെ നേതൃത്വത്തിൽ പരാജയപ്പെടുക. ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് അടിയന്തരാവസ്ഥയ്ക്ക് വളരെ പിന്തുണയോടെ കോൺഗ്രസ് തിരിച്ചു വന്നത് കേരളത്തിൽ മാത്രമാണ്. നിയമസഭയിലും ലോകസഭയിലും 20 സീറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ പോലും അതിന് യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല. മറ്റൊന്ന്, കേരളത്തിൽ പലപ്പോഴും RSSുമായിട്ട് എന്തെങ്കിലും ഡീല് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് RSSന്റെ വോട്ട് കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത് ഏതെങ്കിലും മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 20 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കാലഘട്ടത്തിൽ RSSന് വോട്ട് ലഭിച്ചിട്ടുള്ളത് കോൺഗ്രസിന് മാത്രമാണ്. കാരണം RSSും CPM-ഉം തമ്മിൽ വളരെയധികം സംഘർഷമുണ്ടായിരുന്ന മേഖലകളിൽ അല്ലെങ്കിൽ ചില നിയോജക മണ്ഡലങ്ങളിലെങ്കിലും RSSകാരുടെ അല്ലെങ്കിൽ RSSനെ പിന്തുണയ്ക്കുന്നവരുടെ സപ്പോർട്ട് കോൺഗ്രസിന് CPM-നെതിരായി ലഭിച്ചിട്ടുണ്ടാവാം. അപ്പം CPM-ഉം RSSും തമ്മിലൊരു ഡീലിന് യാതൊരു സാധ്യതയും കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല. പക്ഷെ ഇവിടെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ബോധപൂർവം വി ഡി സതീശൻ ഈ വിഷയം ചർച്ചയിൽ കൊണ്ടുവന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന പ്രത്യേകത, കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അതിനുശേഷം അത് SDPI പല നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം SDPIയുടെ തന്നെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ പ്രഷറിൽ പിൻവലിക്കേണ്ടി വന്നു മഞ്ചേശ്വരത്ത്. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2016 വെറും 86 വോട്ടിനും 2021 856 വോട്ടിനും പരാജയപ്പെട്ട K സുരേന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ, അവിടുത്തെ SDPI സ്ഥാനാർത്ഥി കോൺഗ്രസിന് വേണ്ടിയിട്ട്
കോൺഗ്രസിന്റെ പ്രഷർ കാരണം പിന്തുണ പിൻവലിച്ച് മുസ്ലിം ലീഗിന് ഗുണകരമാകുന്നത്. മുസ്ലിം ലീഗാണ് അവിടെ മത്സരിക്കുന്നത്. കേരളത്തിൽ SDP ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. കാരണം അത് തൊട്ടടുത്ത കർണാടകത്തിലെ ദക്ഷിണ കന്നഡ ഭാഗത്ത്, വിശേഷിച്ച് മാംഗ്ലൂർ ഭാഗത്ത് കുറച്ച് ശക്തമായിട്ട് SDP വേരുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അവിടെ SDP കുറച്ച് വോട്ട് പിടിക്കുകയും അത് സുരേന്ദ്രന് ഗുണകരമാകും എന്നുള്ളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ആ വിഷയം അവിടെ വന്നത്. അതിനോടൊപ്പം തന്നെ മങ്കട നിയോജകമണ്ഡലത്തിലെ വേങ്ങരയില്, തിരുവനന്തപുരത്തെ വാമനപുരം തുടങ്ങി പല മണ്ഡലങ്ങളിലും കോൺഗ്രസും SDP തമ്മിലുള്ള അലയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയാണ്. വാമനപുരത്ത് കോൺഗ്രസിന്റെ ഒരു പ്രധാന നേതാവ് തന്നെ പുറത്തു വന്ന് അതിനെതിരായി പ്രതികരിക്കേണ്ടായി. അപ്പൊ ആ തരത്തില് കേരളത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ വളരെ അനാരോഗ്യകരമായ ചർച്ചയും ഒരു പോസിറ്റീവായിട്ടുള്ള ഗവൺമെന്റിനെതിരായ ജനവികാരം ഉയർത്തിവിടുന്നതിന് പകരം ഒരു രാഷ്ട്രീയമായ വൈകാരികമായ ചില വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ചില മുൻകാല, അതായത് കോൺഗ്രസ് ഉന്നയിച്ച ചില വാദങ്ങളിൽ നമുക്ക് വളരെ സങ്കടം തോന്നുന്നത് ശ്രീ P. പരമേശ്വരന്റെ ചരമത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നടന്ന പൊതുപരിപാടിയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പങ്കെടുത്തു. ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളാണ്. അത് ശ്രീ LK അദ്വാനി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അടുത്ത ദിവസം അദ്ദേഹം EMS നമ്പൂതിരിപ്പാടിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് വന്നത്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണുന്ന പൊതുമര്യാദകളാണ്. ഇതൊന്നും ഒരു രാഷ്ട്രീയ ചർച്ചകളിലെ ഡീലും എന്നുള്ള തലത്തിൽ കൊണ്ടുവരാൻ പാടില്ലാത്തതാണ്. അതായത് VP സിംഗ് സർക്കാരിന് വേണ്ടി പുറത്തു നിന്ന് പിന്തുണ നൽകിയിട്ടുണ്ട് CPM. അന്ന് CPM-നൊപ്പം വാജ്പേയിയും അദ്വാനിയും ഒക്കെ കൂടെ നിന്നില്ലേ? 1987-ലോ 88-ലോ മറ്റോ അല്ലേ സാർ? VP സിംഗ് കോൺഗ്രസിനെതിരെ 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ്, അതായത് 415 സീറ്റിൽ നിന്ന് 186 സീറ്റിലേക്ക് കോൺഗ്രസ് പരാജയപ്പെടുകയുണ്ടായി. രാജീവ് ഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ VP സിംഗിന്റെ ഗവൺമെന്റിന് ഭൂരിപക്ഷമില്ലായിരുന്നു. ആ സമയത്ത് BJP ഒരു ഭാഗത്ത്, BJPക്ക് അന്ന് 86 സീറ്റുകൾ ലഭിച്ചിരുന്നു. ഇടതുപക്ഷവും BJPയും പുറത്തുനിന്ന് പിന്തുണ കൊടുത്താണ് VP സിംഗ് ഇന്ത്യ ഭരിച്ചത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനു മുമ്പ് പാർലമെന്റില് ഞാൻ സൂചിപ്പിച്ചില്ല, 77-ലെ തെരഞ്ഞെടുപ്പിന് ശേഷവും ജനതാ പാർട്ടിയുടെ സമയത്തും ഇടതുപക്ഷം ജനതാ പാർട്ടി സപ്പോർട്ട് കൊടുത്തത്. കാരണം ഇന്ത്യയിലെ എല്ലാ മൗലിക അവകാശങ്ങളും സസ്പെൻഡ് ചെയ്തുകൊണ്ട് 22 മാസങ്ങൾ എല്ലാ പ്രതിപക്ഷ നേതാക്കളും ജയിലിലടച്ച് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ഒരു ബഹുജന കൂട്ടായ്മയായിരുന്നു 77-ൽ നടന്നത്. അവിടെ അത് ഒരു ഡീലല്ല, അതൊരു സ്വേച്ഛാധിപത്യത്തിനെതിരായ കൂട്ടായ്മയായിരുന്നു. അതുപോലെ വളരെയധികം അഴിമതി ആരോപണങ്ങൾ, ബോഫേഴ്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പരാജയപ്പെടുന്ന സമയത്ത് ഒരു ഗവൺമെന്റിന്, ഒരു പാർട്ടിക്കും പ്രത്യേക ഭൂരിപക്ഷമില്ലാത്ത സമയത്ത് BJPയും ഏതാണ്ട് ഒരു വർഷം നീണ്ടുന്ന VP സിംഗ് ഗവൺമെന്റിന് പുറത്തുനിന്ന് പിന്തുണ കൊടുത്തിരുന്നു. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ CPM-ഉം കോൺഗ്രസും ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലും CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് ഇന്ത്യ അലയൻസിൽ നിൽക്കുകയാണ്. നമ്മൾ പാലക്കാടിന്റെ തൊട്ട് ബോർഡർ എന്ന് പറയുന്നത് കോയമ്പത്തൂർ നിയോജക മണ്ഡലമാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പൊ ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് 22 കിലോമീറ്റർ കഴിഞ്ഞാൽ പാറശാലയ്ക്ക് അപ്പുറത്ത് തമിഴ്നാടാണ്. അവിടെ CPM-ന്റെയും കോൺഗ്രസിന്റെയും DMK-യുടെയും മുസ്ലിം ലീഗിന്റെയും പതാക ഒന്നിച്ച് വെച്ചാണ്, CPI ഉണ്ട് അതിനകത്ത്, ഒന്നിച്ച് കെട്ടിയാണ് നിങ്ങൾ തൊട്ട് പാറശാല കഴിഞ്ഞാൽ കാണാം. കാരണം ഇവിടെ CPM-നെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ആ ഭാഗത്തൊക്കെ റോഡിലൂടെ അനൗൺസ്മെന്റ് നടക്കുന്നത്. അപ്പൊ ആ തരത്തിൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അവർ ഇന്ത്യ അലയൻസിന്റെ പാർട്ണറാണ്. ശ്രീ MA ബേബി തന്നെ പാറ്റ്നയിലെ ഇന്ത്യ അലയൻസിന്റെ അവരുടെ കോൺക്ലേവിൽ പങ്കെടുക്കേണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഒന്നിച്ച് പങ്കെടുത്തു. കേരളത്തില് കോൺഗ്രസും CPM-ഉം ചേർന്ന 6 പ്രമേയങ്ങൾ നിയമസഭയിൽ പാസ്സാക്കിയിട്ടുണ്ട് ഐകകണ്ഠേന. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ പൂർണ്ണമായിട്ടും കോൺഗ്രസും CPM ഒരുപോലെ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരായ നിലപാടെടുക്കുന്നത്. ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. അപ്പോൾ സാർ ഇതൊന്ന് ചുരുക്കി പറയാമോ? അതായത് ഈ ഡീൽ വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരിക്കും മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്ന് വഴിതിരിച്ച് വിടാൻ വേണ്ടിയാണോ? ഈ ഡീൽ വിവാദം BD സതീശൻ പാലക്കാട് ഉയർത്തിയത്, പാലക്കാട് അവിടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടിയിലാണ്. കാരണം
അത് ഇപ്പോഴും തന്നെ ഒരു മുൻകൂർ ജാമ്യമായിട്ടാണ് ഈ വിഷയം അവിടെ വന്നത്. കാരണം അവിടെ മുസ്ലിം നാമധാരിയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന്, സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള തലത്തിൽ നിന്ന് നിർത്തിയതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അത്തരമൊരു വിമർശനം വന്നത്. അത് കേരളത്തില് BJPയുടെ വിജയ സാധ്യത ഉണ്ട് എന്ന് കോൺഗ്രസ് ഭയക്കുന്നു. അപ്പൊ അത് CPM-ഉം BJP-യും ഒരു പക്ഷത്താണ് എന്ന്, ഒരു പക്ഷത്ത് നിന്ന് ചില മണ്ഡലങ്ങളിലെങ്കിലും അത്തരം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നുള്ളൊരു വികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാകും. ഇപ്പൊ കേരളത്തിലെ മുസ്ലിം സമൂഹം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും വല്ലത് കോൺഗ്രസിനോടൊപ്പമാണ് നിന്നത്. പക്ഷെ അതിനെ കുറച്ചുകൂടെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു തന്ത്രം എന്നുള്ള നിലയിലാണ് മുസ്ലിം സമൂഹത്തെ BJP-ക്കും CPM-നെതിരായിട്ട് കോൺഗ്രസ് പക്ഷത്തേക്ക് അണിനിരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമാണ് VD സതീശന്റെ ഈ ഡീൽ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നമുക്കറിയാം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം ഒരു സാധ്യതയില്ല. മാത്രമല്ല ഇന്ത്യയിൽ ഇന്ന് കോൺഗ്രസും CPM-ഉം ഒന്നിച്ചു നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും സഹകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് CPM-നെ ഇന്ത്യ അലയൻസിൽ നിന്ന് പുറത്താക്കണം. CPI-യും ഇടതുപക്ഷം അതിന് തയ്യാറുണ്ടോ? അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത്, നമ്മളിതെല്ലാം നേരിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വേണം ഇത്തരം ഇലക്ഷൻ ടൈമിൽ ചർച്ച ചെയ്യേണ്ട. ഇതുപോലെയുള്ള നിസ്സാരമായ വിഷയങ്ങളെ പർവ്വതീകരിച്ച് മാധ്യമ ചർച്ച കൊണ്ടുവരുന്നത് അനാരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അത് കോൺഗ്രസിന്റെ പരാജയ ഭീതി ഉണ്ടോ എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഏതായാലും സാർ, നമുക്ക് തുടർന്നും ഇരിക്കാം. ഈ വിഷയം അങ്ങനെ അങ്ങ് തീരുമെന്ന് തോന്നുന്നില്ല. ഇത് ഇനിയും സാറ് പറഞ്ഞ പോലെ പല കാര്യങ്ങളും വഴിതിരിച്ചു വിടേണ്ടത് മുന്നണികളുടെ ആവശ്യമാണ്. നമുക്ക് തുടർന്നും ഇരിക്കാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.